ക്രിസ്തീയ ജീവിതം ഏറെ പോരാട്ടങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും സങ്കടങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ജീവിതമാണ്. പലപ്പോഴും നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ മാനസികമായ സമ്മർദ്ദങ്ങളും പോരാട്ടങ്ങളും രോഗങ്ങളും സാമ്പത്തിക പ്രതിബദ്ധതകളും മറ്റുള്ളവരാലുള്ള പഴി ദുഷി നിന്ന പരിഹാസം ഞെരുക്കം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നിരാശ നമ്മുടെ ജീവിതത്തെ ഉഴുത് മറിക്കാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ഈ ലോക ജീവിതത്തിന്റെ അപ്പുറത്ത് ഇതിനെല്ലാം പ്രതിഫലം ലഭിക്കുന്ന മനോഹരമായ ഒരു ദിവസം ഉണ്ടെന്നുള്ള പ്രത്യാശ ഒരു ദൈവ പൈതലിനെ അവന്റെ രക്ഷയുടെ നങ്കൂരമായി ഈ ലോകമാകുന്ന സംസാര സാഗരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു. ആ പ്രത്യാശ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുന്ന പ്രത്യാശ എന്നാണ് എബ്രായ ലേഖനകാരൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് പകൽക്കാലം പല നിലയിലുള്ള ചിന്താഭാരങ്ങൾ ഒരു മനുഷ്യ നിലയിൽ എന്റെ ഹൃദയത്തെ മതിച്ചു. മാനസികമായി വളരെ തളർന്നു, ക്ഷീണിതനായിപ്പോയി എന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രൈസ്തവ സമൂഹത്തിൽ ഒരു സ്വതന്ത്ര പെന്തക്കോസ്ത് സഭാ വിഭാഗത്തിന്റെ പ്രശസ്തനായ ശുശ്രൂഷകനായി ലോകത്തിൽ അറിയപ്പെടുന്ന പാസ്റ്റർ OM രാജുകുട്ടി എഴുതി ക്രൈസ്തവ ലോകത്ത് പ്രത്യാശ തികഞ്ഞ അനേക ദൈവമക്കൾ പാടി ആശ്വസിക്കുന്ന മനോഹരമായ ഒരു പാട്ട് എന്റെ ശ്രദ്ധയിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നത്. ഇതിനു മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ആ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് പകലിലാണ് അത് വാസ്തവത്തിൽ ശരിയായി ഒന്ന് മനസ്സിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ ധന്യനായ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറയുന്നു: നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പൗലോസ് ഇപ്രകാരം പറഞ്ഞു: സഹോദരന്മാരെ, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യ കാഹളനാദത്തിങ്കൽ കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവരായി അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും. ഈ പ്രത്യാശയാണ് ദൈവം ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ കണ്ണുനീരിനും, എല്ലാ സങ്കടങ്ങൾക്കും, എല്ലാ ഒറ്റപ്പെടലിനും, എല്ലാ പരിഹാസങ്ങൾക്കും, നിന്ദകൾക്കും ഒരു പര്യവസാനമുണ്ട് എന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ രക്ഷയെ, അവരുടെ പ്രത്യാശയെ ഉറപ്പിക്കുന്ന മനോഹരമായ ഈ പാട്ട്. ദയവായി നിങ്ങൾ ഇത് കേൾക്കുക. ദൈവം നമ്മേവരെയും ആശ്വസിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പാരിൽ പാർക്കുമൽ പായുസിൽ ഭാരങ്ങളധികം വേണ്ടിനേ, കാലേരും വാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഞാനെൻ പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ, എനിക്കായി പിളർന്ന പാറമേ. വൻതേരാകളേറുമ്പോൾ തീരാം വിട്ടു ഞാൻ പോകുമ്പോൾ, എൻ പാടാകിൽ ഞാൻ ഏകനായി ആശയാറ്റെന്ന് തോന്നുമ്പോൾ, ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ, പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ, പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. രോഗദുഃഖങ്ങളേറുമ്പോൾ, മാനപീഡകളേറുമ്പോൾ, ക്രൂശിൽ പങ്ക
വേർപാടേറ്റതാ യേശു മാത്രമെന്നഭയം മാറിൽ ചേർത്തണച്ചിടും ചേറിൽ നിന്നുയർത്തിടും കാതിൽ സ്വാന്തനമോതിടും കാതിൽ സ്വാന്തനമോതിടും ദേഹം മണ്ണിലുപേക്ഷിച്ച് പ്രാണൻ പ്രിയനിൽ ചേരുമ്പോൾ ഗോളാന്തരങ്ങൾ താണ്ടിടും യാത്രയിലും പ്രിയൻ തുണ കാണും മാറുകരയിൽ ഞാൻ വീണ്ടെടുത്തോരിൻ സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ കൺകൾ കാണാമറുകര ഇമ്പങ്ങൾ വിരിയും തീരങ്ങൾ സ്വർണ്ണസാരപ്പളികളാ കണ്ണാഞ്ചിക്കുന്ന വീതികൾ എൻ സ്വന്തമായി തീരുമ്പോൾ യേശുവിൻ പാദമൊത്തു ഞാൻ പൊൻവീണാകളിൽ പാടും ഞാൻ പൊൻവീണാകളിൽ പാടും ഞാൻ പാരിൽ പാർക്കുമൽ പായുസിൽ ഭാരങ്ങളധികം വേണ്ടിനി കാര്യം പണിയേറ്റവേ ഭാരങ്ങൾ വാങ്ങിച്ചിടൂ ഞാനൻ പാദങ്ങൾ വെച്ചിടൂ നീങ്ങി പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ ദേഹം മണ്ണിലുപേക്ഷിച്ചു പ്രാണൻ പ്രിയനിൽ ചേരുമ്പോൾ ഗോളാന്തരങ്ങൾ താണ്ടിടും യാത്രയിലും പ്രിയൻ തുണ കാണും മാറുകരയിൽ ഞാൻ വീണ്ടെടുത്തോരിൻ സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ എന്നെ കാത്തു നിൽക്കും സംഘത്തെ പാരിൽ പാക്കുമൽ പായുസിൽ ഭാരങ്ങളധികം വേണ്ടിനി കായേലും പണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ഞാനൻ പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ. നാം കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വാസ സ്നാനം ശരിയാണ് എന്നറിഞ്ഞ് നാം കർത്താവായ യേശുവിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ച് സാക്ഷിച്ച് ഒരു വേർപെട്ട ജീവിതത്തിനായി ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം അനുസരിക്കൊണ്ട് വീട്ടുകാർ തള്ളിക്കടന്നു. 46 വർഷങ്ങളായി ഈ പ്രയാണം വീട്ടിലുള്ള ആരുടെയും സഹകരണങ്ങൾ ഒന്നുമില്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വന്നു ചേർന്ന സമൂഹത്തിലും വേണ്ടത്ര നിലയിൽ സ്നേഹിപ്പാനും കർത്താവിന്റെ ക്രൂശിലെ സ്നേഹത്തെ കാണിക്കുവാനും ആ കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിക്കാനും കഴിയാതെ ഒറ്റപ്പെട്ട ഒരു ജീവിത അനുഭവമുണ്ട്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഗുരുതരമായ ഏതെങ്കിലും പാപങ്ങൾ ചെയ്യുകയോ 7-ാം കൽപ്പന ലംഘനം ചെയ്യുകയോ മോഷ്ടിക്കുകയോ മറ്റാരുടെയെങ്കിലും പേരിൽ പണങ്ങൾ വരുത്തുകയോ അത് കൈകാര്യം ചെയ്യുകയോ അവിശ്വസ്ത കാണിക്കുകയോ ഒക്കെ ചെയ്തിട്ട്
ഏതെങ്കിലും നിലയിലുള്ള നിന്ദയും പരിഹാസങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നാൽ പത്രോസ് പറഞ്ഞ പോലെ നിങ്ങൾ കുറ്റം ചെയ്തിട്ട് ശിക്ഷ അനുഭവിച്ചാൽ നിങ്ങൾക്ക് എന്ത് യശസ്സുള്ളൂ? എന്നാൽ ഇന്ന് കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഞങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ പരിഹാസങ്ങൾ, ഒറ്റപ്പെടലുകൾ, സങ്കടങ്ങൾ, ഏകാന്തതകൾ, ഇതിന്റെ എല്ലാം കാരണം യാതൊരു മുഖവും നോക്കാതെ ദൈവവചനം ശരിയായി പറയുകയും ആ നിലപാട് സ്വീകരിച്ച് നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുകയോ അരുത്, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയോ അരുത്. നിങ്ങൾ വേർപെടുന്നുവോ വിവാഹം ചെയ്യരുത്, വിവാഹം ചെയ്യുന്നുവോ വേർപെടരുത്. ഭാര്യയോ ഭർത്താവിനെയോ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ അല്ലെങ്കിൽ മറ്റൊരുത്തിനെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അതിന്റെ മുമ്പാകെ ഞാൻ നിശബ്ദനായി വായടച്ച് അനങ്ങാതെ നിന്നുകൊള്ളണം. സമൂഹത്തിലെ ദൈവവചന വിരുദ്ധമായ പ്രവണതകളെ കണ്ടു കഴിഞ്ഞാൽ ഒരക്ഷരം അതേക്കുറിച്ച് മിണ്ടരുത്, മിണ്ടാതെ ഇരുന്നു കൊള്ളണം. എന്നാൽ ഞങ്ങൾ നിന്നെ പോറ്റിപ്പുലർത്തിക്കൊള്ളാം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിന് നടുവിൽ ഈ 65 വയസ്സ് പൂർത്തീകരിക്കുന്ന സമയം വരെയും കർത്താവ് നിലനിർത്തി. ഇനിയും മുമ്പോട്ട് എത്ര നാളുകൾ എന്ന നിശ്ചയമില്ല. എന്നാൽ ഇവിടെ OM രാജക്കുട്ടി പാസ്റ്റർ പാടിയതുപോലെ, അത് എഴുതിയ പോലെ, ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു, ആ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഇന്നുവരെയും നടത്തിയ ദൈവം മേലാലും നടത്തുവാൻ വിശ്വസ്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാരങ്ങൾ വളരെ വലുതുണ്ട്, ചിന്താഭാരങ്ങൾ വളരെ വലുതുണ്ട്. എന്നാൽ ഇവിടെ പാട്ടുകാരൻ പറയുന്നത്, പാരിൽ പാർക്കും അല്പായുസ്സിൽ ഭാരങ്ങൾ അധികം വേണ്ടിനി, കാരിലും പാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഞാനൻ പാദങ്ങൾ വെച്ചിടും നീങ്ങിപ്പോകാത്ത പാറമേൽ, എനിക്കായി പിളർന്ന പാറമേൽ. എന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കാൽവറിലെ ഗോൽഗോതായിൽ ചങ്ക് പുലർന്ന് തന്റെ ചങ്കിലെ തിരുരക്തം ഒഴുക്കിത്തന്ന എന്റെ കർത്താവിന് ഞാൻ പ്രിയപ്പെട്ടവനാണ്, വിലപ്പെട്ടവനാണ്. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. നാം നിൽക്കുന്ന സ്ഥലം സഭകൾ ജഡികന്മാർ നമ്മളെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന് വരാം, കണ്ടാൽ മിണ്ടിയില്ല എന്ന് വരാം, ഹസ്തദാനം ചെയ്തില്ലെന്ന് വരാം, ശുശ്രൂഷകളെ അടിച്ചമർത്തി എന്ന് വരാം, നമ്മെക്കുറിച്ച് സകല നുണപ്രചരണങ്ങളും പറഞ്ഞു പരത്തി എന്ന് വരാം. പണവും പിടിപാടും ബന്ധവും ഉള്ളവർ പറയുന്നതൊക്കെ സഹവിശ്വാസികളും വിശ്വസിക്കുകയും കേൾക്കുകയും സ്വീകരിക്കുകയും അവരും അവരുടെ പാപങ്ങൾ ഓഹരിക്കാരായി എഴുതിത്തള്ളുകയും ചെയ്യും. ഇവിടെ എന്റെ ഹൃദയത്തിൽ വന്ന ഏറ്റവും വലിയൊരു ചിന്ത, ബാബേൽ സംസ്ഥാനത്തിലേക്ക് അടിമകളായി പിടിക്കപ്പെട്ടുകൊണ്ട് പോയ യഹൂദ ബാലന്മാരിൽ 4 ആളുകളുടെ പേരുകൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. അവരുടെ പേരുകൾ അങ്ങനെ അല്ലായിരുന്നു. നെബൂസർ അദാൻ എന്ന് പറയുന്ന ബാബേൽ രാജാവിന്റെ സൈനിക മേധാവി അവരെ പിടിച്ചുകൊണ്ട് ബാബേൽ സംസ്ഥാനത്ത് ചെന്ന് അവർക്ക് ആ 3 ബാലന്മാരുടെ മേൽ 3-4 പ്രത്യേക നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു. അതിലൊന്നാമത്തായിരുന്നു പേരുമാറ്റം. അവർക്ക് യഹോവയായ ദൈവത്തോട് പേർന്ന് യഹോവയുടെ ദൈവത്തിന്റെ നാമത്തിലുള്ള പേരുകളാണ് ഉണ്ടായിരുന്നത്. അത് മാറ്റി ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് അവരുടെ പേരുകൾ. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് അവർ ചിന്തിച്ചു. കാരണം അവർക്കറിയാമായിരുന്നു അവരുടെ പേരിന്റെ അർത്ഥം. അതവർ സഹിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണമാറ്റമുണ്ടാക്കി. രാജാവ് നൽകിയ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച മാംസഭോജനങ്ങൾ അവർ ഭക്ഷിക്കാൻ അവരെ നിർബന്ധിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളത് ഭക്ഷിക്കുകയില്ല, ഞങ്ങൾക്ക് 10 ദിവസം ശാകഭോജനം തന്ന് ഞങ്ങളെ പരീക്ഷിക്കുക. മാംസഭോജനം ഭക്ഷിക്കുന്ന രാജാവിന്റെ ഭൃത്യന്മാരെക്കാൾ ശാകഭോജനം ഭക്ഷിക്കുന്ന ഞങ്ങളുടെ മുഖത്തെ ശോഭ കുറഞ്ഞു പോകുന്നെങ്കിൽ രാജാവ് അവിടുത്തെ ഇഷ്ടം പോലെ ഞങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. ഭക്ഷണമാറ്റത്തെ അവർ സ്വീകരിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ അവരുടെ ആരാധന മാറ്റം, ഒരു വലിയ ബിംബത്തെ ഉണ്ടാക്കി. ആ ബിംബത്തെ നമസ്കരിക്കണം. വിഗ്രഹങ്ങളെ ഒരിക്കലും നമസ്കരിക്കാത്ത യഹൂദൻ അവർ പറഞ്ഞു, അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ തീച്ചുളയിൽ ഇട്ട് കൊന്നുകളയും എന്ന് പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് പോലെ, ഞങ്ങൾ നിരൂപിക്കുന്ന പോലെ, ഞങ്ങൾ ആലോചിക്കുന്ന പോലെ, ഞങ്ങൾ ചിന്തിക്കുന്ന പോലെ,
ഞങ്ങൾ സംവിധാനം ചെയ്യുന്ന പോലെ ഞങ്ങളോട് ചേർന്ന് വേണമെങ്കിൽ ആരാധിച്ചോണം, അല്ലെങ്കിൽ ജീവിക്കാൻ നിന്നെ സമ്മതിക്കില്ല. ഇതായിരുന്നു നെബൂഖദ്നേസർ ചെയ്തത്. ഇന്നത്തെ സ്ഥിതി മെച്ചമാണോ? ദൈവവചനം പറയുന്ന വ്യവസ്ഥകൾക്ക് വിരോധമായ നിലയിൽ ആരാധനയുടെ ഒന്നാം ഭാഗത്ത് പോലും ആളുകളെ കണ്ണ് കാണിച്ച് എഴുന്നേൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്ന ശുശ്രൂഷയും അത്രയും സംവിധാനങ്ങൾ വരെ നമ്മുടെ വേർപാട് സഭകളിലായി കഴിഞ്ഞു. ഞാൻ തുറന്നു പറയുകയാണ്, ആരാധനയിൽ സുബോധമുള്ള ആരെങ്കിലും വേർപാട് സഭ 1824 അയർലൻഡിലെ ഡബ്ലിൻ ഉണ്ടായത് മുതൽ ഇതുവരെ ആരാധനയുടെ ഒന്നാം ഭാഗത്ത്, രണ്ടാം ഭാഗത്ത് പ്രസംഗിക്കാൻ ആരെയും കണ്ണു കാണിച്ച് എഴുന്നേൽപ്പിക്കുക, അതും ദൈവസഭയുടെ യാതൊരു ചുമതലയും പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കാത്ത ആളുകൾ കണ്ണ് കാണിച്ച് എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിപ്പിക്കുക, സ്തോത്രം ചെയ്യിക്കുക, ആരാധിപ്പിക്കുക, ആരാധന ചിന്തകൾ പറയിപ്പിക്കുക, അത്ര അധപ്പതനത്തിലേക്ക് കാര്യങ്ങൾ വഴുതി വീണുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വെല്ലുവിളി ഇതാണ്, ഞങ്ങൾ പറയുന്ന വ്യവസ്ഥയും ഞങ്ങൾ ഒരുക്കി വെക്കുന്ന സംവിധാന പ്രകാരം നിനക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനോട് ചേർന്ന് എഴുതിപ്പോക്കണം, അല്ലെങ്കിൽ നിന്റെ പോക്കിന് പോക്കൂ എന്നുള്ള മനോഭാവമാണ്. അതുകൊണ്ടല്ലേ നട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരു കൊട്ട എന്ന അവസ്ഥയിലിരിക്കുന്നത്. ഇത് പറയുമ്പോൾ പറഞ്ഞറിയാവോ, ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇതിന് വിരോധമായി അല്ല, നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട. എന്താ കാര്യം? നിനക്ക് വേണേൽ ഞങ്ങളോട് സഹകരിച്ചോണം, വേണ്ടെങ്കിൽ പൊയ്ക്കോണം. ആദ്യം വിശ്വാസം സംബന്ധിച്ച് വീട്ടുകാരുടെ നിന്ന സഹിച്ചു. ഇപ്പൊ വിശ്വസിച്ച് വന്നവരും, ഞാൻ കർത്താവ് പറഞ്ഞോളൂ, ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം നിന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ നീങ്ങുന്നു, എന്റെ നേരെ കുതികാൽ ഉയർത്തിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥിതിയിലായി. പകൽക്കാലം ഇരുന്ന് അല്പമൊക്കെ നിരാശപ്പെട്ടു, സങ്കടപ്പെട്ടു. ഇവിടെ ശദ്രക്കും മേശക്കും അഭേദനക്കും ഒരു തീരുമാനമെടുത്തു, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ ഈ തീച്ചൂളയിൽ നിന്ന് വെടിയിപ്പാൻ കഴിയും. ഇനി അങ്ങനെ ചെയ്യുന്നില്ല എങ്കിലും എന്ന് പറഞ്ഞാൽ ഈ തീച്ചൂളയിൽ എരിഞ്ഞ് ഞങ്ങൾ ചാമ്പലായി തീർന്നാലും രാജാവ് നിർത്തിയ ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, ഒറ്റയ്ക്ക് നിന്ന് അവസാനം വരെ പോരാടേണ്ടി വന്നാലും വചനവിരുദ്ധമായ പ്രവണതകളെ അനുകൂലിക്കുകയില്ല. വിവാഹമോചനം ചെയ്ത മക്കളുള്ള പിതാക്കന്മാർ സഭയുടെ പരിപാലകരായി ശുശ്രൂഷ ചെയ്യുന്നത് വചന വിരുദ്ധമാണെന്ന് ഞാൻ പറയും. രണ്ടാം വിവാഹം ചെയ്തവർ കർത്താവിന്റെ മേശയിലേക്ക് വരുന്നത് വ്യഭിചാരമാണ്, വ്യഭിചാരികളെ കർത്താവിന്റെ മേശയിലേക്ക് സ്വീകരിക്കുന്നത് തുല്യമാണെന്ന് ഞാൻ പറയും. എനിക്ക് എതിരെ ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ കേസ് കൊണ്ട് കൊടുക്കാം, ഞാൻ കോടതിയിൽ തന്നെത്താൻ ബാധിച്ചോളാം. കാരണം അറിയാം, ബാക്കി എല്ലാ പാപങ്ങളും ചെയ്യാമെങ്കിലും അതൊരു പ്രശ്നമില്ല. കൊന്നുവരുന്നത് 6 മാത്രമാണ് ചിലർക്ക് പ്രയാസം, പോകരുത്. എനിക്ക് എതിരായിട്ട് കൊടുത്താൽ ഞാൻ പോയി ബാധിച്ചോളാം. അപ്പോൾ പ്രമാണം ഭേദോത്സവമല്ലേ. 2, എന്നെ വേണമെങ്കിൽ മുടക്കാം. പക്ഷേ മുടക്കുന്ന ഒരു കാര്യം ചെയ്യണം, മുടക്കുന്നതിന് മുമ്പ് എന്നെ മുടക്കുന്നതിന്റെ കാരണം എന്താണെന്ന് രേഖാമൂലം ഒരു രജിസ്ട്രേഡ് തപാലിൽ എന്നെ അറിയിക്കണം. അല്ലെങ്കിൽ ആ മുടക്ക് വല്ലാത്തൊരു മുടക്കായിട്ട് മാറും. അറിയാം, ഇന്ന് വരെ മാർത്തോമായിൽ നിന്ന് ഏകനായി രക്ഷിക്കപ്പെട്ടു വന്ന് എന്റെ പിതാക്കന്മാരുടെ വീട്ടുകാർ 45-ലധികം ആളുകൾ മാർത്തോമാക്കാർ ഇവാഞ്ചലിക്കാൽ മാറുന്ന സ്ഥലത്ത് ഞാൻ ഏകനായിട്ടാണ് പടനംകാരനായി കഴിയുന്നത്. ഞാൻ ദൈവവചനത്തിൽ തെറ്റുകൂടാതെ വിശ്വസിക്കുന്ന ഉപദേശ സത്യം അങ്ങനെ തന്നെ വിശ്വസിക്കാനും, അങ്ങനെ തന്നെ പഠിപ്പിക്കാനും, അങ്ങനെ തന്നെ പ്രസംഗിക്കാനും സുബോധം എന്റെ തലയ്ക്കകത്ത് നിലനിൽക്കുന്ന കാലം അത്രയും, എന്റെ ആ നാഡീനരമ്പുകൾ ചലിക്കുന്ന കാലം അത്രയും, നാവ് ചലിക്കുന്ന കാലം അത്രയും സംസാരിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ എങ്ങനെ വെളിപ്പെടും എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. ഈ ചിന്തയൊക്കെ എന്നെ ഭരിച്ചപ്പോൾ എന്റെ ഹൃദയാന്തർഭാഗത്ത് നല്ല ദൈവാത്മാവ് നൽകിയ പ്രത്യാശയുടെ ഗാനമാണ് OM രാജകുടിയുടെ ഇന്നത്തെ ഞങ്ങൾ പാടിയ പാട്ട്. മറ്റൊരു പുരുഷനെ കൂടെ സാന്നിധ്യത്തിൽ വായിക്കുന്നു. ദാനിയേൽ 120 ദേശാധിപതികളെയും അതിന് മേൽവിചാരകന്മാരായി 1-2 പേരെയും നിയമിച്ചു, 3 പേരെയും നിയമിച്ചു. 122 പേരും ദാനിയേലിന് വിരോധമായി രാജസഭയിൽ ബോധിപ്പിച്ചു. നോക്കണം, ബാബേൽ സാമ്രാജ്യം, ഹിന്ദുദേശം മുതൽ കൂശ് ദേശം വരെ, ഇന്ത്യ മുതൽ കൂശ് ദേശം വരെയുള്ള രാജ്യങ്ങൾ ഭരിക്കുന്ന മഹാസാമ്രാജ്യത്തിലെ 120 സ്ഥാനാപതികൾ, അവർക്ക് മീതെ ഉന്നതന്മാരായി അധികാരസ്ഥന്മാരാക്കി 120 പേരെ നിരീക്ഷിക്കാൻ വെച്ചിരുന്ന 3 ആളുകൾ. അവരിൽ ഒരാളാണ് ദാനിയേൽ. ആ ദാനിയേല് രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കുകയില്ല എന്ന് ഒരു നിയമം ഉണ്ടാക്കിയിട്ട്, മേദ്യർക്കും പാർസ്യർക്കും മാറ്റം വരുത്താൻ കഴിയാത്ത നിയമം ഉണ്ടാക്കി അത് മുദ്രയിട്ട് ദാനിയേലിനോട് പറഞ്ഞു, മേലാൽ എന്ത് ചെയ്യരുത്, പ്രാർത്ഥിക്കരുത്. ഇന്നത്തെ ക്ലൈമറ്റിൽ പറഞ്ഞാൽ മേലാൽ വിവാഹമോചനത്തെ കുറിച്ച് പ്രസംഗിക്കരുത്.
മേലാൽ രണ്ടാം വിഭാഗം തെറ്റാണെന്ന് എഴുതരുത്. മേലാൽ പരിശുദ്ധാത്മാവാക്കി വയ്ക്കാത്ത ഏത് ജീവിതശൈലി നയിച്ച ആളുകൾ സഭ നയിക്കുന്നത് തെറ്റാണെന്ന് നീ പറയരുത്. മേലാൽ നമ്മുടെ ഇടയിലുള്ള ജീർണതകളെ സംബന്ധിച്ച് ഒരക്ഷരം പോലും മിണ്ടരുത്. ഒരു നല്ല കാര്യങ്ങൾ മാത്രം, സമാഗമന കൂടാരം, കുറ്റി കൊളുത്ത, അന്താഴം, തിരശീല, മഹാപുരോഹിതന്റെ പടച്ചട്ട, ഇടക്കെട്ട്, നടുക്കെട്ട്, തലപ്പാവ്, പിന്നെ കരിന്തിരിപ്പാത്രം, പിന്നെ ഇങ്ങനെയുള്ള ഈ വക കാര്യങ്ങളെക്കുറിച്ചും മിദ്യാന്യരെയും മോവാബിനെയും അമ്മോന്റെയും കുറിച്ചും ഒക്കെ പ്രസംഗിച്ചു വേണം. ഇതൊന്നും തെറ്റാണെന്ന് പറയരുത്. പറഞ്ഞാൽ എന്ത് ചെയ്യണം? സിംഹത്തിന്റെ കുഴിയിലിടും, കടിച്ചു പറിച്ച് തിന്നതക്കവണ്ണം ഉപേക്ഷിച്ച് കളയും എന്നായി പറഞ്ഞത്. ദാനിയേല് തന്റെ പാർത്തിരുന്ന വീടിന്റെ കിളിവാൽ തുറന്ന് രാജകൽപ്പനയ്ക്ക് വിരോധമായി 3 പ്രാവശ്യം ദിവസം യെരൂശലേമിന് നേരെ നോക്കി പ്രാർത്ഥിച്ചു. രാജകൽപ്പന എഴുതപ്പെട്ട ദൈവവചനത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമാണെങ്കിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസത്തിന്റെ തീവ്രതയിൽ ജീവനുള്ള ദൈവത്തോട് അനുസരണം കാണിക്കാൻ തയ്യാറാകുന്നവനാണ് സാക്ഷാൽ ക്രിസ്തീയ ശുശ്രൂഷകൻ. അല്ലാതെ എവിടെയെങ്കിലും ഒരു നക്കാമ്പീച്ച ശുശ്രൂഷ കിട്ടും, അല്ലെങ്കിൽ കൈമടക്ക് കിട്ടും, അതുകൊണ്ട് വായിക്കാത്ത വെള്ളം ഒഴിച്ച് ഞാനിതൊന്നും പറയാതെ മിണ്ടാതിരുന്നു കൊള്ളാം എന്ന് പറയുന്ന രോമം കത്തിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരുന്ന കുഞ്ഞാട് പോലെ ഇരിക്കുന്നവനല്ല ശുശ്രൂഷൻ. അത് കാര്യസാധനത്തിന് വേണ്ടി ഉപായം പ്രയോഗിക്കുന്നവരാണ്. നട്ടലോട് നിൽക്കുന്നവൻ ദാനിയേലിനെ ഒറ്റ 122 പേരും എഴുതിത്തള്ളി. 120 സ്ഥാനാധിപതികളും 2 മേജർമാരും കൂടെ ഒന്നിച്ച് എഴുതി രാജാവിന്റെ സന്നിധിയിൽ ദാനിയേലിന് വിരോധമായി കത്തെഴുതി കൊടുത്തു. രാജാവിന് മാറ്റം വരുത്താൻ കഴിയാത്ത നിയമപ്രകാരം തന്റെ വാക്ക് പാലിച്ചു. ദാനിയേലിനെ പിടിച്ച് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടു. പട്ടിണി കിടക്കുന്ന സിംഹത്തിന്റെ ഗുഹയിൽ വീണ ദാനിയേല് അവിടെ വെച്ച് പറിച്ച് കീറപ്പെടുന്നതാണ്. രാജാവും രാജ്ഞിയും ഈ 122 മഹാന്മാരായ ആളുകളും ചിന്തിച്ചത്. പക്ഷേ ആ രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല. ബാബേൽ സാമ്രാജ്യത്തിൽ ദാനിയേലിനെ പിടിച്ച് സിംഹക്കുടിയിലിട്ട ബാബേൽ സംസ്ഥാനത്തിന്റെ അധിപനായ രാജാവിന് ഉറക്കം വന്നില്ല. എന്നാൽ ദാനിയേല് MRFന്റെ മെത്തയിൽ തലവെച്ച് ഉറങ്ങുന്ന പോലെ സിംഹങ്ങളുടെ വയറ്റത്ത് തലവെച്ച് ആ രാത്രി ഉറങ്ങി. അതിരാവിലെ എഴുന്നേറ്റ് സിംഹങ്ങൾ ദാനിയേലിനെ പറിച്ചു കീറിയോ എന്നറിയുവാൻ സിംഹങ്ങളുടെ ഗുഹയിൽ വന്ന് നോക്കിയ രാജാവ് അത്ഭുതപ്പെട്ടു. എന്താ പറഞ്ഞേ? അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, സിംഹങ്ങൾ നിനക്ക് ഒരു ദോഷവും വരുത്തിയില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് കരകയറ്റി. 122 സ്ഥാനാപതികളും ദേശം മുഴുവനും രാജ്യം മുഴുവനും വിദേശത്തുള്ള സഭകളും വിശ്വാസികളും പിന്നെ വല്ലവനും ആണ്ടിലൊരിക്കലെങ്കിലും തന്നുകൊണ്ടുന്ന ഒരു കൂട്ടായ്മയും ഒക്കെ മുടക്കിയാലും സിംഹത്തിന്റെ കുഴിയിലേക്കും പാതാളിലേക്ക് തള്ളിയിട്ടാലും നേരോട് നടക്കുന്നവന് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തെ അവിശ്വസിക്കുന്നു, ജീവനുള്ള ദൈവത്തെ അവിശ്വസിക്കുന്നു. തന്നെയല്ല, എല്ലാവരും കൂടെ എഴുതി തള്ളി സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സിംഹത്തിന്റെ വയറ്റത്ത് തലവെച്ച് തലചായ്ച്ച് ആ രാത്രി വിശ്രാമം കൊള്ളും ഈ ടൈറ്റസ് എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. എരിയും തീച്ചൂള എതിരായെരിഞ്ഞാൽ ചന്ദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ എന്നോടു കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, കഷ്ടതയനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാതെൻ നടത്തിടും അന്ത്യം വരെ. നിങ്ങൾക്കറിയാമോ, തീയുടെ ബലം കെടുത്തുവാൻ കഴിയുന്നവനും സിംഹത്തിന്റെ വായെ അടച്ചു കളഞ്ഞ് തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുവാൻ കരുത്തനുമായിട്ടുള്ള ദൈവത്തിന്റെ ശുശ്രൂഷയാണ് പാവപ്പെട്ട ഞാനും എന്റെ ഭാര്യയും കൂടെ കഴിഞ്ഞ 45 വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ഞങ്ങൾ നേരെ ദൈവസന്നിധി നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങളെ ഉപേക്ഷിക്കുന്നതിന് കാരണമായേക്കാം. എന്നാൽ ദൈവസന്നിധിയിൽ നേരെ നിവർന്നു നിൽക്കാൻ കഴിയുന്ന ഒരു തികഞ്ഞ നല്ല മനസ്സാക്ഷിയും കർത്താവിനുള്ള പ്രാഗൽഭ്യവും ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്തിൽ
പ്രത്യാശ വെച്ചുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വിരലിലെണ്ണാവുന്ന ചില സോദരിമാരുണ്ട്. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശ്രമരഹിതമായ ശുശ്രൂഷകൾ നിങ്ങളെ ചിന്തിക്കുന്ന പോലെ കാലവർഷാവസാനത്തോളം വിശ്രമിക്കുകയും കൺവെൻഷൻ സീസണിൽ തങ്ങളുടെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരികയും ചെയ്യുന്ന പലരെയും പോലെ എനിക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. എന്താണെന്നറിയാമോ? ഞാൻ ആവർത്തിച്ച് പറയുന്നു, ദാനിയേലിനോട് ദൈവം പറഞ്ഞു, നീയോ കാലാവസാനത്തോളം പോയിക്കൊള്ളുക, വിശ്രമിച്ചുകൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരിക. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീയോ കാലവർഷാവസാനത്തോളം പോയി വിശ്രമിച്ചുകൊള്ളുക, കൺവെൻഷൻ സീസണിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന പലരെ പോലെയും എനിക്ക് നിരാശയ്ക്ക് ആവശ്യമില്ല. ഞാൻ പകലിന്റെ എല്ലാ മണിക്കൂറുകളും എൻഗേജിനാണ്. ഒന്നുകിൽ നിരവധി ആളുകൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ഉത്തരം പറയും, അല്ലെങ്കിൽ വായന, അല്ലെങ്കിൽ പഠനം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലൈവ്, അല്ലെങ്കിൽ എഴുത്തുകൾ. എന്റെ തെരഞ്ഞെടുത്ത 60 പ്രസംഗങ്ങൾ എന്ന് പറയുന്ന പുസ്തകം പബ്ലിഷ് ചെയ്തിട്ട് ഒരാഴ്ചയായുള്ളൂ. പകുതിയിലധികം കോപ്പികൾ തീർന്നു കഴിഞ്ഞു എന്നാണ് അതിന്റെ വിതരണക്കാരനോട് പറഞ്ഞത്. 3ാമത്തെ വോളിയത്തിന്റെ പണിശാലയിലേക്ക് ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞു. എഴുതി തുടങ്ങി. കർത്താവ് എന്നെ ബലമായി നടത്തുന്നു. നിരാശയ്ക്ക് മനുഷ്യനായതുകൊണ്ട് അല്പം നിരാശയും സങ്കടവും ആവലാദികളും ഒക്കെ ഉണ്ടാവാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്റെ പ്രത്യാശയാണ്. പുനരുത്ഥാനത്തിന്റെ ദിവസം എന്റെ പ്രത്യാശയാണ്. എന്റെ കർത്താവിന് മുമ്പാകെ ലജ്ജിപ്പാൻ ഇടയില്ലാതെ ദൈവം എന്നെ നിർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൗലോസ് പറഞ്ഞ പോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചും ഇരിക്കുന്നു. ഞാൻ പല സമയത്തും ചിന്തിച്ചു പോയിട്ടുണ്ട്. ഒരു മാസം 14,000 രൂപയുടെ ഇംഗ്ലീഷ് മെഡിസിൻ എന്റെ വൈഫും ഞാനിവിടെ കഴിക്കുന്നുള്ളൂ. ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും പറയലെന്നാണ് ഏത് സമയത്ത് ഒരാൾ പറഞ്ഞത്. പറയലെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം അറിയാവും, ഞങ്ങൾ തീരെ ദരിദ്രരാണെന്ന് ആരും പറയരുത്, ഞങ്ങൾ വളരെ ക്ഷീണിതരാണെന്ന് ആരും പറയരുത്. കർത്താവ് ഞങ്ങളെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞങ്ങൾ സകലത്തിനും മതിയാകും. ചില സമയത്ത് ആ മെഡിസിൻ വാങ്ങാൻ ഒക്കെ അല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴും നിരാശപ്പെട്ടില്ല. തക്ക സമയത്ത് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഞങ്ങൾക്കായി തന്റെ കരുതലുകൾ അയച്ച് ഞങ്ങളെ നടത്തിയിട്ടുണ്ട്, ഇന്നും നടത്തുന്നു. ദാവീദ് രാജാവ് പറഞ്ഞ ഒരു വാക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപ്പത്തിനായി തിരക്കുന്നതും ഞാൻ ഒരു നാളും കണ്ടിട്ടില്ല. എന്റെ ജീവിതത്തെ താളടിയാക്കാൻ കഴിയുന്നവൻ സ്വർഗത്തിലെ ദൈവം മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. കഥറിയാമോ? എന്റെ ദൈവത്തിന് ഇഷ്ടമായത് ഞാൻ സംസാരിച്ചു, എന്റെ ദൈവത്തിന് ഇഷ്ടമായത് പ്രസംഗിച്ചു. എന്റെ ദൈവം പറയുന്നത് അതുപോലെ കലർപ്പ് കൂടാതെ എഴുതിയും പറഞ്ഞു വിളിക്കുന്ന എന്നെ ദൈവം ശിക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷൻ ES തോമസ് ആൻഡ് ബീന ഫ്രം ഇടയാർമുള. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.